Hi, hello, welcome back to my channel. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞാനിവിടെ ബോട്ടിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കോട്ട് അടിച്ചെടുക്കണം. ഞാൻ വൈറ്റ് കളറാണ് ബേസ് കോട്ടിനായിട്ട് എടുത്തിട്ടുള്ളത്. 2 കോട്ട് അടിക്കുന്നുണ്ട്. ആദ്യം ഒരു കോട്ട് അടിച്ചിട്ട് അത് ഉണക്കിയെടുത്തതിന് ശേഷം അടുത്ത കോട്ടും കൂടി അടിച്ചു കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ബോട്ടിലൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ സാധാരണ ന്യൂസ് പേപ്പറിൽ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫെവിക്കോൾ വെച്ചിട്ട് ബോട്ടിലിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ബോട്ടിലിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഒരു ബ്ലൂ കളർ അടിച്ചു കൊടുക്കണം. ഇത് ഡാർക്ക് ബ്ലൂവിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് കളർ മിക്സ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് ബോട്ടിലിൻ്റെ കാൽഭാഗം വരെ അടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ താഴെയായിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കളർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഡാർക്ക് ബ്ലൂവിൻ്റെ കൂടെ കുറച്ചധികം തന്നെ വൈറ്റ് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ഈ കളർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എന്നിട്ടിത് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വൈറ്റ് പെയിൻറ്റും കൂടി എടുത്തിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ബോട്ടിൽ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പീസ് സ്പോഞ്ചാണ് വേണ്ടത്. ഇത് കിച്ചണിലൊക്കെ യൂസ് ചെയ്തിട്ട് കളയാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു സ്പോഞ്ചാണ്. ഇതിനെ ഗ്രീൻ കളർ അടിച്ചെടുത്ത് ഉണക്കിയിട്ട് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ചു കൊടുത്ത ആ ഒരു ട്രയാങ്കിൾ പീസിലെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനിതിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിതിലൊരു ക്രിസ്മസ് ട്രീ ആണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് മരക്കൊമ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫെവിക്കോൾ വെച്ചിട്ട് നമുക്കിത് ബോട്ടിലിൻ്റെ താഴെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന് ബ്രൗൺ കളർ വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മുട്ടത്തോടെ എടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ട്രീൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫെവിക്കോൾ ആക്കിയിട്ട് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രീയുടെ മുകളിൽ സ്നോ വന്ന് വീഴുന്ന പോലെ തോന്നാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ റൗണ്ട് ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് നല്ലത്. അപ്പോൾ അതില്ലെങ്കിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ സാധാരണ ബുക്ക് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുളിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ചു കൊടുത്ത ആ ഒരു കാർഡ്ബോർഡില്ലേ അതിൻ്റെ മുകളിൽ ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ആ പേപ്പർ ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. നമ്മുടെ ട്രീയുടെ ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞ് മൂടി കിടക്കുന്ന പോലെയൊക്കെ തോന്നാനാണ് ഇങ്ങനെ പേപ്പറൊക്കെ വെച്ച് കവർ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഒന്നുകൂടി ഫെവിക്കോൾ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടത്തോടില്ലേ അത് ഫുള്ളായിട്ട് ആ പേപ്പർ കവർ ചെയ്യുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക. ഇനി ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് ഫെവിക്കോളും കുറച്ച് വെള്ളവും കുറച്ച് വൈറ്റ് പെയിൻറ്റും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മുട്ടത്തോടിൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടത്തോട് അവിടെ സ്റ്റിഫായിട്ട് ഇരുന്നോളും. പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്തൊന്നും നമ്മളെ കയ്യിലൊന്നും പറ്റിപ്പിടിക്കില്ല. അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ പറ്റിപ്പിടിച്ച് ആകെ ഇടങ്ങാറായി പോകും. ഇനി നമുക്ക് ഡെക്കറേഷൻ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ അടുത്തുള്ള പഴയ മാലയുടെയൊക്കെ മുത്തുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട് റെഡും ഗോൾഡൻ കളറും വെച്ചിട്ട്. ഇനി ട്രീയിൽ ഫെവിക്കോൾ ആക്കി കൊടുത്തതിന് ശേഷം എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഡെക്കറേഷൻ പണിയൊക്കെ ഇവിടെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ട്രീ ആണ് എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് സ്റ്റാർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഫോം ഷീറ്റിൽ നിന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ കട്ടിയുള്ളൊരു പേപ്പറിൽ വരച്ചിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളും കൂടി സെലക്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്